ഹലോ ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നല്ല മഴയും കോളുമുള്ള ഒരു സമയത്താണ് നമ്മൾ തൃപ്പരപ്പ് പോയത്. അപ്പോൾ നിരാശേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതേസമയം തൃപ്പരപ്പിൽ ഈ വാട്ടർഫാൾസ് മാത്രമല്ല, നമുക്ക് ആസ്വദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അവിടെ ചുറ്റിനും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മഴവെള്ളം ധാരാളം വന്ന കാരണം അവിടെ വെള്ളം ഒരുപാട് കൂടിയിട്ട് അവിടെ കുളിക്കാൻ ആളുകളെ ഇറക്കുന്നത് ഡേഞ്ചറെന്ന് കണ്ടുകൊണ്ട് സർക്കാർ ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രമേ കുളിക്കാൻ സാധിക്കുകയുള്ളൂ. റഷായിട്ടായിരിക്കും അവിടെ കുളിക്കാൻ സാധിക്കുന്നത്, ആസ്വദിച്ച് കുളിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നോക്കിക്കണ്ട് ആസ്വദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. രസകരമാണിത്, കണ്ട് ആസ്വദിക്കാൻ തന്നെ വളരെ നല്ലൊരു അനുഭൂതിയാണ്. കാരണം വെള്ളം നിറഞ്ഞി കവിഞ്ഞൊഴുകുകയാണ്. നമ്മൾ സാധാരണ നടന്ന് കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാരിക്കേഡൊക്കെ ഇട്ടിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. ധാരാളം വെള്ളമുണ്ട് അവിടെ. അത് അപകടമാണ്. കുട്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ലിപ്പായി വീഴാനും വെള്ളത്തിൽ ഒലിച്ചൊക്കെ പോകാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതിനാലാണ് അത് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഇവിടെ വേറെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, പാർക്കുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഞെരുങ്ങി നിന്ന് വേണം കുളിക്കാൻ. അതിന് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം എല്ലാം തന്നെ തൃപ്പരപ്പിലുണ്ട്, വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ നമ്മളെന്തായാലും കുളിക്കാതെ ഒഴിവാക്കിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള പാർക്കിലോട്ടാണ് പോയത്. അങ്ങോട്ട് കാണാൻ നല്ല രസകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കും. ടൂൾസുകളുണ്ട് അവിടെ. അപ്പോൾ അതിൽ തരമായ ശില്പങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനകത്തുള്ള സംഭവമാണ് ഇത്രയും. അതുപോലെ തന്നെ പാറക്കെട്ടുകളും അരുവികളുമൊക്കെ നമുക്ക് അതിൻ്റെ പിൻഭാഗത്തിലൊക്കെ കാണാൻ സാധിക്കും. വളരെ രസകരമാണ്. വെള്ളം ധാരാളമുള്ളതിനാൽ വെള്ളം കുത്തി ഒലിച്ചുള്ള ഈ പാച്ചിൽ കാണാൻ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം നമുക്ക് മറ്റൊരിടത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങിയാണ് നമുക്ക് അടുത്ത് ബോട്ടിങ്ങിന് പോകേണ്ടത്. ഇവിടെ നിന്ന് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ വിവരം വെച്ചിട്ടാണ് അടുത്ത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി പ്രധാന എൻട്രൻസിലേക്ക് പോവുകയാണ്. അവിടെ പോയ ശേഷം നമുക്ക് ബോട്ടിംഗ് ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ബോട്ടിങ്ങിൻ്റെ യാതൊരു ലക്ഷണവും കാണുകയില്ല. വെറും പാറകളും പാറക്കെട്ടുകളുമാണ്. ഇവിടെ അരുവിയോ മറ്റോ ഉള്ളതായിട്ടൊന്നും നമുക്ക് ഇവിടെ നിന്ന് തോന്നുകയില്ല. അപ്പോൾ ഇത് കുറച്ച് മാറിയിട്ടാണ് ഇവിടേക്ക് വരുന്ന വെള്ളം ആ അരുവിയിൽ നിന്നാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകേണ്ടത് അങ്ങോട്ടേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഫാൻസി ഐറ്റംസ് പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ലഭിക്കും. വളരെ രസകരമാണ് വെള്ളത്തിൻ്റെ കുത്തി ഒലിക്കൽ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെള്ളത്തിൻ്റെ പ്രഷർ കാണാൻ തന്നെ നല്ല രസമാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കണ്ട ശേഷം നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. വളരെ പുൽമേടുകൾ നിറഞ്ഞു നിൽക്കുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇതൊക്കെ ക്യാമറയിൽ കുറച്ച് സമയം അവിടെ നിന്ന് പകർത്താൻ സാധിച്ചു. തിരിച്ചു വരുന്ന വഴിയാണ് നമ്മളത് കണ്ടത്. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ മറ്റേ ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ കമ്പിയിൽ കുത്തി വെച്ചിരിക്കുന്നത് പോലെ കാടമുട്ടയും നമുക്ക് അതുപോലെ സ്റ്റിക്കിൽ കൊരുത്താണ് തരുന്നത്. 5 മുട്ട ഒരു സ്റ്റിക്കിൽ കൊരുത്തിട്ട് അതിൽ മസാലകളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് അവർ തരുന്നത്. നമുക്കത് കടിച്ച് കഴിക്കാൻ സാധിക്കും. ടേസ്റ്റിയോടൊപ്പം തന്നെ ഹെൽത്തി ഫുഡും കൂടിയാണ്. കാടമുട്ട നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ്. അതോടൊപ്പം തന്നെ പൊട്ടോട്ടോ ഇതുപോലെ കൊരുത്ത് വെച്ചിട്ടുണ്ട്. അത് സാമ്പിളാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം ലൈവായിട്ട് ചെയ്തു തരും. നല്ല ടേസ്റ്റായിരിക്കും, നല്ല ഹെൽത്തിയുമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും കാടമുട്ട എന്തായാലും ഹെൽത്തി ഫുഡാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നതുകൊണ്ട് എന്തായാലും സമയം ലേറ്റാവും. സദ്യ കഴിക്കാൻ സമയം ലേറ്റാവും എന്നുള്ളതിനാൽ നമ്മൾ ഈ കാടമുട്ടയും കഴിച്ചിട്ടാണ് ബോട്ടിങ്ങിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ എല്ലാവർക്കും ഈ കാടമുട്ട വാങ്ങിക്കൊടുത്തു. അതിനുശേഷം നമ്മൾ ബോട്ടിങ്ങിലോട്ട് പോകുന്ന വഴിയാണിത്. ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തിട്ടാണ് പോകുന്നത്. പെഡൽ ബോട്ടായതിനാൽ തന്നെ നമുക്ക് ചാർജ് കുറവാണ്. പെർ ഹെഡിന് 50 രൂപയാണ് ചാർജ്. കുട്ടികൾക്ക് 25 രൂപയാണ് അവർ ഈടാക്കിയത്. നമ്മൾ സംസാരിച്ച് ഒതുക്കിയതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് 7 വയസ്സിന് താഴോട്ടുള്ളവരെല്ലാം കുട്ടികളായിട്ട് കണക്കാക്കി 25 രൂപയും ഈടാക്കി. പോകുന്ന വഴി വളരെയധികം മനോഹരമാണ്. ഒരു പാലം കടന്നാണ് പോകേണ്ടത്. നല്ല രസകരമായ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് അരുവി ദൃശ്യമായി തുടങ്ങിയത്. ഒരു ഭാഗത്ത് നിറച്ച് പാറക്കെട്ടുകളാണ്, അതേസമയം മറ്റൊരു ഭാഗത്ത് ശരിക്കും അരുവി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനടിയിൽ പാറ ഉണ്ടോയെന്നറിയില്ല.
എന്തായാലും വളരെ രസകരമായ ഒരു പ്രകൃതി ഭംഗിയും കൂടി അവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പാർക്കിലേക്ക് ആണ് പോകുന്നത്. നമ്മുടെ ഒരു കാണ്ടാമൃഗത്തിൻ്റെ ഒരു ശില്പം അവർ ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിച്ചു. വളരെ മനോഹരമായ ഒരു ശില്പമാണ്. ഇതിനകത്ത് വേറെയും ശില്പങ്ങളുണ്ട്. നമ്മൾ ആദ്യം ബോട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്കതൊക്കെ കാണാം. കൂടാരം കാണാൻ സാധിച്ചു. സാധാരണ ഏർമാടം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഉയരത്തിലാണ് ഒരു കൂടാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മെയിൻ എൻട്രൻസ് ഗേറ്റ് ഇവിടെയുണ്ട്. ഇതുവഴിയാണ് അകത്തേക്ക് കിടക്കുന്നത്. ഇവിടെയും ഒരു പ്ലേ സെൻ്ററാണ്. കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ അത്യാവശ്യം ടൂൾസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കുറച്ച് സമയം കളിക്കാനും സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ ബോട്ടിങ്ങിന് പോകേണ്ടതുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തി ടിക്കറ്റ് കൊടുത്ത ശേഷം നമ്മളെ ഇവർ ബോട്ടിൽ കയറ്റി വിടും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിങ്ങും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ നമ്മൾ അണിയേണ്ട ഗാർഡുകൾ ഇട്ടിട്ടുണ്ട്. അതെടുത്ത് കുട്ടികൾക്ക് സെപ്പറേറ്റ്, മുതിർന്ന ആൾക്ക് സെപ്പറേറ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എല്ലാവരും അത് അണിഞ്ഞ ശേഷമേ പോകാവൂ. അങ്ങനെ നമ്മൾ ബോട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതിലിവർ നേരത്തെ പോയിട്ടുള്ള ബോട്ടുകളൊക്കെ വിസിലടിച്ച് വിളിച്ചിട്ട് നമ്മളെ ഇതിൽ ബോട്ടിലേക്ക് കയറ്റി വിടും. അപ്പോൾ ഇത് നമ്മൾ പെഡൽ ബോട്ടിലാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചവിട്ടി പോകണം. ഒരല്പ കായികാധ്വാനമാണ്, ഒരു നല്ലൊരു എക്സർസൈസും കൂടിയാണ്. അപ്പോൾ അതുമല്ല, അതോടൊപ്പം തന്നെ നമുക്ക് ചവിട്ടി പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻ്റർടൈനുമാണ്. നമ്മൾ മൊത്തം 3 ബോട്ടാണ് എടുത്തത്. ഞങ്ങൾ അവസാനമായതിനാൽ ഞങ്ങൾ 2 പേരും ഒരു ബോട്ടിലും ബാക്കിയുള്ളവർ 5 പേരെയാണ് ഒരു ബോട്ടിൽ കയറ്റിയത്. 5 പേർക്ക് ബാലൻസ് ചെയ്താണ് അവർ ഇരുത്തുന്നത് ബോട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ ബാലൻസ് തെറ്റിക്കാതെ തന്നെ നമ്മൾ പോയിട്ട് വരണം. അവിടെ പോയ ശേഷം നമ്മൾ ആളുകളെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിലൊന്നും കയറ്റാൻ പാടില്ല. അതവർ പ്രത്യേകം പറഞ്ഞാണ് നമ്മൾ അയച്ചത്. അത് ബാലൻസ് തെറ്റിപ്പോകും. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് 2 പേര് ഫ്രണ്ടിലും 2 പേര് ബാക്കിലും ഒരാളെ മധ്യത്തിലുമായിട്ട് ഇരുത്തിയാണ് വിടുന്നത്. കൊച്ചുകുട്ടികളൊക്കെ ആയതിനാൽ അതിൽ പ്രശ്നമില്ല. മുതിർന്ന ആൾക്കാർക്ക് 5 പേർക്കൊന്നും ഇരിക്കാൻ സാധിക്കില്ല. കൊച്ചുകുട്ടികൾ ആയതിനാലാണ് അവർ 5 പേരെ ഇരുത്തിയത്. അങ്ങനെ നമ്മളത് പോയി കുറേ ദൂരമൊക്കെ ചവിട്ടിപ്പോയി. കുറേ ഏരിയ റോപ്പ് ഇട്ടിട്ടുള്ള ഏരിയ വരെയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രത്യേക ഡ്രൈവറോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക്. കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു എൻ്റർടൈൻ ആയിരുന്നു അത്. അങ്ങനെ ചവിട്ടി നമുക്ക് ആ കുളം മൊത്തം ചവിട്ടി പോയി ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളത് നല്ലൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതൽ നമ്മൾ അവിടെ ചിലവഴിക്കാൻ സാധിച്ചു. അത് മറ്റാളുകളില്ലായിരുന്നത് കൊണ്ടാണ് ഒരു വിസിലടിച്ച് വിളിക്കാത്തത്. അങ്ങനെ ആളെത്തിയതോടുകൂടി അവിടെ നിന്നും വിസിലടി മുഴങ്ങി അങ്ങനെ നമ്മൾ പോവുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് നമ്മൾ ആ വ്യാളിയുടെ ഒരു പ്രതിമ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയത്. അപ്പോൾ അത് അവസാനം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ഒരു ഡൈനോസറായിരുന്നു. പഴയ ഒരു പ്രതിമയാണ്, വർഷങ്ങളായി ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഏതാണ്ട് ശോഷിച്ച അവസ്ഥയിലെത്തി. അത് ഇനി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ശില്പമാണ്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് അധികാരികളുടെ അടുത്തെത്തട്ടെ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് ടൂറിസ്റ്റിനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മടിക്കേണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഇതുപോലുള്ള വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും.